ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിലും ഇൻ്റഗ്രേഷനെ കുറിച്ച് ഒരു തുടക്കമുണ്ട് അല്ലേ? നമ്മൾ എന്താണ് ഡെറിവേറ്റീവ്, ആൻറ്റി ഡെറിവേറ്റീവ്, എന്താണ് ഇൻ്റഗ്രേഷൻ എന്ന ഐഡിയ നമുക്ക് കിട്ടി. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ആൻറ്റി ഡെറിവേറ്റീവ് കാണുന്നത് എന്ന രീതിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒരു 2-3 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Write an antiderivative for each of the following functions using the method of inspection. Note here, inspection. First one, cos 2x. Second one, 3x square plus 4x cube. Then third one, 1 by x, x not equal to 0. ഓരോ പ്രോബ്ലം എടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ നമുക്കറിയാം, we look for a function whose derivative is cos 2x. ഒന്ന് നോക്കുക, ഡെറിവേറ്റീവ് cos 2x വരുന്നൊരു ഫംഗ്ഷൻ നമുക്ക് ചിന്തിക്കാം. നമ്മൾ റീകോൾ ചെയ്ത് നോക്കുക, ഏതിലാണ് നമുക്ക് cos 2x ഡെറിവേറ്റീവ് വരുന്നത്. നമുക്കറിയാം ഡെറിവേറ്റീവ് sin 2x ആണ്. നമുക്കറിയാം 2 cos 2x. നമ്മൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്, sin 2x ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈൻ യു എന്ന് കരുതുക, 2x നമ്മൾ യു കൊടുക്കുന്നത് സൈൻ യു, സൈൻ ഡെറിവേറ്റീവ് കോസ് യു. ദെൻ ഇൻറ്റു ഡെറിവേറ്റീവ് യു എന്ന് പറയുന്നത് 2x. അപ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കോസ് 2x. അതായത് കോസ് 2x 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ 2 ഇൻറ്റു കോസ് 2x. പത്ത് ഓർക്ക് മനസ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡെറിവേറ്റീവ് വെച്ച് പഠിച്ചതാണ്. അത് നമ്മുടെ മനസ്സിൽ വേണം എപ്പോഴും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് cos 2x = എങ്ങനെ എഴുതാം? ഈ 2 നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് 1/2 ഇൻറ്റു d/dx ഓഫ് സൈൻ 2x എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 cos 2x ആണ്, d/dx ഓഫ് സൈൻ 2x. ദെൻ cos 2x എന്താ ചെയ്യും? 1/2 ഇൻറ്റു d/dx ഓഫ് സൈൻ 2x, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സൈൻ 2x. That is d/dx of 1/2 into sin 2x. നമ്മൾ ഈ 1/2 നമുക്ക് ബ്രാക്കറ്റിനകത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ d/dx ഇൻറ്റു 1/2 sin 2x എന്നത് ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയ കുട്ടികളെ, നമുക്ക് cos 2x എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് 1/2 sin 2x ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു, ആൻറ്റി ഡെറിവേറ്റീവ് ആയി കഴിഞ്ഞു. എന്താണ്? Therefore, an antiderivative of cos 2xൻ്റെ antiderivative is എന്താണ്? 1/2 sin 2x. 1/2 sin 2x. So note here, that is the antiderivative of cos 2x. അപ്പോൾ ഈ മെത്തേഡിലാണ് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബൈ ദ മെത്തേഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണം. അതായത് ഇൻ്റഗ്രൽ cos 2x dx എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1/2 sin 2x പ്ലസ് c. അത് നോട്ട് ചെയ്യുക. ഇതേപോലെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലൂടെ നമുക്ക് കിടക്കാം. We look for a function whose derivative is 3x square plus 4x cube. Not that. We know that d/dx of x cube plus x raised to 4. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3x². നമ്മൾ ഫസ്റ്റിലും പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ x⁴ ഡെറിവേറ്റീവ് തന്നെ 4x³ നമ്മൾ റിസൾട്ട് പഠിച്ചു. അതായത് d/dx ഓഫ് x⁴n ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു x⁴n മൈനസ് 1. ദെൻ x³ എന്നിൻ്റെ സ്ഥാനത്തോടെ തന്നെ 3 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x⁴n x⁴3 ദെൻ 3 ഇൻറ്റു x⁴3 മൈനസ് 1. 3 മൈനസ് 1 2. അതാണ് 3 ഇൻറ്റു x² എന്ന് എഴുതിയത്. 3 ഇൻറ്റു x². അതുപോലെ തന്നെ x⁴ അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 4 വരും. എന്നിൻ്റെ സ്ഥാനത്ത് 4 വരുമ്പോൾ 4 ഇൻറ്റു x⁴ മൈനസ് 1 ദാറ്റ് ഈസ് 4x³ കണ്ടോ? അതെൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് x³ പ്ലസ് x⁴ എന്ന് പറയുന്നത് 3x² പ്ലസ് 4x³ ആണ്. അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്തായിരിക്കും? Therefore, an antiderivative of 3x² plus 4x³ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് x³ പ്ലസ് x⁴ ആയിരിക്കും. അപ്പോൾ antiderivative of 3x² plus 4x³ എന്ന് പറയുന്നത് എന്തായിരിക്കും? x³ പ്ലസ് x⁴ ആയിരിക്കും. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ദ റിസൾട്ട്. ക്ലിയർ? അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. നെക്സ്റ്റ് വൺ,
അപ്പോൾ ലോഗ് എക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം വി നോ ദാറ്റ് ഡെറിവേറ്റീവ് ലോഗ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/x എന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് മൈനസ് എക്സ് രണ്ടും അറിയാം, ലോഗ് എക്സും ലോഗ് മൈനസ്. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് 1 മൈനസ് എക്സ്. വെറും ലോഗ് എക്സ് ആണ് 1/x, ലോഗ് മൈനസ് എക്സ് ആണ് 1 മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. മൈനസ് ഡെറിവേറ്റീവ് -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് മൈനസ് നമുക്ക് ക്യാൻസൽ 1/x മൈനസ് പ്ലസ് ആയി പോകും. അപ്പോൾ നമുക്ക് എന്തായാലും 1/x. കണ്ടീഷൻ ഉണ്ട് അവിടെ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ലോഗ് ഡെറിവേറ്റീവ് ലോഗ് എക്സ് 1/x ആണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ലോഗ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ്. കണ്ട പ്രത്യേകം അത് നോട്ട് ചെയ്യണം, മനസ്സിലോട്ട് വേണം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കമ്പൈനിങ് ദ എബവ് ടു ഈ രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് ഗ്രേറ്റർ ദാൻ 0 കേസ്, ഒന്ന് എക്സ് ലെസ് ദാൻ 0 കേസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെറിവേറ്റീവ് ലോഗ് മോഡുലസ് ഓഫ് എക്സ്, അതാണ് സിമ്പിൾ ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് എക്സ്. ലെസ് ദാൻ 0 കേസ് നമ്മൾ പഠിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 0 കേസും പരിഗണിക്കുന്നു. Then derivative log modulus of that is equal to 1/x. The condition x not equal to 0. X not equal to 0. പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് റിസൾട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. ഡെറിവേറ്റീവ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1/x. കണ്ടീഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0. ഈ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞാൽ എന്താണ്? therefore ഇന്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോഗ് മോഡുലസ് ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഇരിക്കുന്ന ഇന്റഗ്രൽ 1/x dx ലോഗ് മോഡുലസ് ഈസ് വൺ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് 1/x. അത്രയുള്ള എൻ്റെ ആൻസർ. അപ്പോൾ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ വെച്ച് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആൻറ്റി ഡെറിവേറ്റീവ് കാണാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലത്തിലോട്ട് നമുക്ക് കടക്കാം. അടുത്ത പ്രോബ്ലം നോക്കാം. ശ്രദ്ധിക്കാൻ പറ്റും, നമ്മളൊരു 3 പ്രോബ്ലംസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ഫസ്റ്റ് വൺ integral of x cube minus 1 divided by x square dx. Second one integral of x raised to 2/3 plus 1 dx. Then third one x raised to 3/2 plus 2 into e raised to x minus 1/x dx. ഇവിടെയെല്ലാം 2-3 റിസൾട്ട്സ് നമ്മുടെ മനസ്സിലോട്ട് വേണം, എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ആ റിസൾട്ട്സ് ഏതൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട 1-2 റിസൾട്ട്സ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അത് എന്തൊക്കെ റിസൾട്ട്സ് ആണ് അതിന് നമുക്ക് പഠിച്ചത് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകാൻ. ദെൻ ഫസ്റ്റ് വേണം നമുക്ക് നോക്കാം ഇന്റഗ്രൽ എക്സ് റൈസ് ടു n dx. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തെന്നാ? എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി. നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു n. അപ്പോൾ ഇവിടെ കണ്ടീഷൻ കേട്ടോ ശ്രദ്ധിക്കണം, n നോട്ട് ഈക്വൽ ടു -1 എന്ന കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് മനസ്സിലെപ്പോഴും. അതുപോലെ ഡെറിവേറ്റീവ് എക്സ് റൈസ് ടു n ദാറ്റ് ഈസ് n ഇൻറ്റു എക്സ് റൈസ് ടു n-1. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സ് റൈസ് ടു 4 ആണെങ്കിൽ 4 ഇൻറ്റു എക്സ് റൈസ് ടു 3 ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു 4-1 ദാറ്റ് ഈസ് 3 എന്ന് എഴുതി. അതുപോലെ ഈ റിസൾട്ട് നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ആയാലും ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അതായത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി ആയിരിക്കും. ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ദെൻ 1/x ഇൻ്റഗ്രൽ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം നമ്മൾ പഠിച്ചു. ഇൻ്റഗ്രൽ 1/x dx ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ എഴുതിയ 3 പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ഒരു പ്രോബ്ലം എടുക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് x cube minus 1/x square dx. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇത് നേരിട്ടൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻ്റഗ്രൽ കാണാൻ പറ്റുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രലിൽ x cube minus 1x square dx ഈക്വൽ ടു ഞാൻ എഴുതുന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻ്റഗ്രൽ ഓഫ് ദെൻ ഈ എക്സ് സ്ക്വയറിനോട് 2 ടേംസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1/x square dx. ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. ജസ്റ്റ് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തത് പറയുക എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് 3 - 2. അപ്പോൾ എന്ത് വരും? എക്സ് 3 - 2 x 1 ദാറ്റ് ഈസ് എക്സ്.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ജസ്റ്റ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കളയാത്തേ ഉള്ളൂ. എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. അതുപോലെ 1/x² നമുക്ക് എങ്ങനെ എഴുതാം? x⁻² എന്ന് എഴുതാം. നമ്മളെല്ലാം x⁻n ഫോമിൽ എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/x² നമുക്ക് എങ്ങനെ എഴുതാം? x⁻². അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. ആദ്യം അത് ചെയ്യണം, എന്നിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, ദെൻ ഡിവൈഡ് ചെയ്തു, ദെൻ നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റി? x³ - 1/x² നമുക്ക് ജസ്റ്റ് x - എന്ന് എഴുതാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് ഇന്ന ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് എക്സ് എന്ന് x⁻1, എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കിക്കൊള്ളുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് x⁻² dx. അപ്പോൾ ഈ രണ്ട് ടേംസ് നമ്മൾ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എക്സ് മീൻസ് x⁻1 എന്നല്ലേ? x⁻n ഫോം തന്നെയാണ്. x⁻n എന്ന് പറയുന്നത് നമുക്കറിയാം x⁻n+1/n+1. അപ്പോൾ x⁻1 എന്നതാണ് x⁻1+1 ഡിവൈഡ് ബൈ 1+1 എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? x⁻1+1 ഡിവൈഡ് ബൈ 1+1. x⁻1+1 എന്നുകൊണ്ട് എന്തായിരിക്കും? ദാറ്റ് ഈസ് x² ഡിവൈഡ് ബൈ ദെൻ 2 1+1. അപ്പോൾ x⁻1+1 ഡിവൈഡ് ബൈ 1+1. അപ്പോൾ x⁻2 ഡിവൈഡ് ബൈ 2. ക്ലിയർ ആണോ? ദെൻ അടുത്ത എങ്ങനെ എഴുതാം? മൈനസ് x⁻2 ഇന്നിസെൻ്റ് -2. അപ്പോൾ x⁻2+1 ഡിവൈഡ് ബൈ -2+1. x⁻2+1 എന്താണ്? -2+1 -1. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് x⁻1 ഡിവൈഡ് ബൈ -2+1 n+1. കണ്ട ഫോമുല ശ്രദ്ധിക്കുക. n⁻2 ആണെന്നുള്ളൂ. അപ്പോൾ ഇട്ട് വരുമ്പോൾ x⁻2+1 ഡിവൈഡ് ബൈ -2+1. -2+1 എന്നാൽ -1. ദെൻ പ്ലസ് സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് എഴുതും. ക്ലിയർ ആണോ? ദെൻ എന്തായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെന്നുള്ളൂ. ദാറ്റ് ഈസ് 1/2 x². നമുക്ക് 1/2 x² എഴുതാം അല്ലേ? ദെൻ ഈ മൈനസ് അത് പ്ലസ് ആയിക്കോളും. ദെൻ പ്ലസ് x⁻1 എന്ന് പറയുന്നത് എന്താണ്? 1/x നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? 1/x x⁻1 എന്ന് എഴുതാം, അല്ലെങ്കിൽ x⁻1 1/x. ദാറ്റ് ഈസ് 1/x. ദെൻ പ്ലസ് സി. കണ്ട ഇത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഇൻ്റഗ്രൽ ഓഫ് x³ - 1/x² dx. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും സ്റ്റെപ്സ് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ആദ്യം തന്നെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ ഇൻ്റഗ്രലിൽ നമ്മൾ ഓരോ ടേംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ ഫൈനൽ ആൻസറിലോട്ട് വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പ്ലസ് സി ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് മറന്നുപോയത് അതുകൊണ്ട് നമ്മൾ ഇടുക. ദാറ്റ് ഈസ് 1/x² + 1/x + c. That is the integral of x³ - 1/x² dx. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത പ്രോബ്ലത്തോട്ട് കിടക്കാം. Then next one, integral of x⁻2/3 + 1 dx. x⁻2/3 + 1 dx. ഇവിടെ നമുക്ക് x⁻n ഫോമാണ്. ഇൻ്റഗ്രൽ x⁻n നമ്മൾ എന്താ പഠിച്ചത്? x⁻n dx. ദാറ്റ് ഈസ് x⁻n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി. n നോട്ട് ഈക്വൽ ടു -1 അല്ലേ? അപ്പോൾ x⁻n ഇവിടെ നമുക്ക് n സ്ഥാനത്ത് എന്താണ്? 2/3 ആണെന്നുള്ളത്. n സ്ഥാനത്ത് 2/3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് x⁻2/3 dx ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ശ്രദ്ധിച്ചു നോക്കി. ദാറ്റ് ഈസ് x⁻2/3 + 1 ഡിവൈഡഡ് ബൈ 2/3 + 1 പ്ലസ് സി. നമുക്കറിയാം x⁻2/3 + 1 എന്ന് പറഞ്ഞത് 2/3 + 1 നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചത് അല്ലേ? എങ്ങനെയായിരിക്കാം? 2/3 ഇവിടെ പ്രത്യേകം കാണിച്ചു തരാം. 2/3 + 1. ദാറ്റ് ഈസ് നമുക്ക് LCM 3 ആയിട്ട് എടുക്കാം. ദെൻ 2 + 3 ദാറ്റ് ഈസ് 5/3 എന്ന് എഴുതാൻ പറ്റും. 5/3. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? x⁻2 5/3 divided by 5/3. Okay, then that is equal to 3/5. നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് 5/3 നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് that is 3/5. 3/2 into x⁻2 5/3. അതായിരിക്കാം ഈ ഒരു പർട്ടിക്കുലർ ടേം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രത്യേകം നിങ്ങളെ കാണിച്ചെന്നുള്ളൂ, ശ്രദ്ധിക്കുക.
ദെൻ നമുക്കിത് എങ്ങനെ എഴുതാം? ഇനി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് x⁻²/3 + 1 dx ആണ്. നമുക്കിത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് x⁻²/3 dx പ്ലസ് ഇൻ്റഗ്രൽ 1 dx. രണ്ടാണ് സ്പ്ലിറ്റ്. അപ്പോൾ x⁻n എന്ന റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻²/3 ഇൻ്റഗ്രൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. എന്താണ്? 3/5 x⁻⁵. അപ്പം ഞാൻ എഴുതണേ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് തന്നെ ചെയ്യാം. അതായത് x⁻²/3 + 1 എന്ന് വരും. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച റിസൾട്ട് തന്നെ നമുക്ക് വേണേൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3/5 ഇൻറ്റു x⁵3 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എന്തെന്നാ? ദറ്റ് ഈസ് എക്സ് അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1. അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. ഇത്രയുള്ള എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഈ ഇതുണ്ട് ഓൾറെഡി നമ്മൾ വേണമെങ്കിൽ സൈഡിൽ നമുക്ക് കണ്ടുപിടിച്ച് പ്രത്യേകം സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൻസർ ക്ലിയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് x⁻²/3 + 1 എന്ന് പറയുന്നത് 3/5 x⁻⁵ പ്ലസ് എക്സ് പ്ലസ് സി. ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇവിടെ ഞാൻ 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. x⁻n ഇൻ്റഗ്രൽ അറിഞ്ഞിരിക്കണം, e⁻x ഇൻ്റഗ്രൽ അറിയണം, 1/x ഇൻ്റഗ്രൽ. നമ്മൾ ഓൾറെഡി ഞാൻ ആദ്യത്തെ ആ പ്രോബ്ലം തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് x⁻3/2 ഇൻ്റഗ്രൽ? അതാണ് e⁻x ഇൻ്റഗ്രൽ 1/x. 1/x നമുക്ക് ലോഗ് മോഡുലസ് ഓഫ് x ആണ്. e⁻x e⁻x തന്നെയാണ്. ദെൻ x⁻n ഫോമാണത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. That is integral of x⁻3/2 + 2 × e⁻x - 1/x dx എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണേ. നമുക്ക് ഓരോ ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് x⁻3/2 dx പ്ലസ് 2 × ഇൻ്റഗ്രൽ ഓഫ് e⁻x dx മൈനസ് 1/x ഇൻ്റഗ്രൽ dx. ഓരോന്നിനെ ഇൻ്റഗ്രേറ്റ് ഓരോ ടേമിനെ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? x⁻3/2 dx ഇൻ്റഗ്രലിൽ 2 × ഇൻ്റഗ്രൽ e⁻x കോൺസ്റ്റൻറ്റ് മാറ്റുന്നത്. കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ e⁻x dx മൈനസ് 1/x dx. ഓക്കെ, ദെൻ x⁻2 എന്ന 3/2 നമുക്കൊന്ന് പ്രത്യേകം നോക്കാം. x⁻3/2 നേരത്തെ ചെയ്ത പോലെ തന്നെ x⁻3/2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു x⁻n ഫോമാ. n സ്ഥലത്ത് 3/2 ആണെന്നുള്ളൂ. അപ്പോൾ 3/2 + 1 / 3/2 + 1. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? x⁻3/2 + 1 / 3/2 + 1 പ്ലസ് സി. അത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സിമ്പിൾ അവിടെ ഇടേണ്ട ആവശ്യമില്ല. ഈ സിമ്പിൾ നമുക്ക് കളയാം. പ്ലസ് സി. ശ്രദ്ധിക്കുക, അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 3/2 + 1 3/2 + 1 ദാറ്റ് ഈസ് 5/2 അല്ലേ? ദാറ്റ് ഈസ് x⁻5/2 ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 നമുക്ക് ന്യൂമറേറ്ററിലോട്ട് വരുന്നത് 2/5 ഇൻറ്റു x⁻5/2 പ്ലസ് സി. അപ്പോൾ 2/5 ഇൻറ്റു x⁻5/2 പ്ലസ് സി എന്ന് വരും. ദെൻ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. x⁻3/2 ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് 2/5 × x⁻5 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പോൾ ഇതൊന്ന് സൈഡിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അനാവശ്യ സ്റ്റെപ്സുകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 2/5 ഇൻറ്റു x⁻5/2 അത് പ്രത്യേകം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി. പ്ലസ് 2 ഇൻറ്റു e⁻x ഇൻ്റഗ്രൽ നമുക്കറിയാം. e⁻x എന്നറിയാം. e⁻x ഇട്ട് കൊടുക്കുക മൈനസ് 1/x ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് പഠിച്ചാൽ ദാറ്റ് ഈസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് എല്ലാ ഇൻ്റഗ്രേഷൻ പ്രോസസ് ജസ്റ്റ് പ്ലസ് സി എന്ന് പറയുന്നത്. ദാറ്റ്
That is the final answer. That is the integral of x raised to 3/2 plus 2 into e raised to x minus 1 by x dx എന്ന് പറഞ്ഞാൽ that is 2/5 into x raised to 5/2 plus 2 into e raised to x minus log modulus x plus c. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വിപുലമായിട്ട് മറ്റ് പ്രോബ്ലംസ് മറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.